ബിഗ് ബോസ് കഴിഞ്ഞ് ബിഗ് ബോസിലെ വീട്ടിലെ ആ ഒരു ടീമും കാര്യങ്ങളും എല്ലാം പൊടിയും തട്ടി അവരുടെ വീട്ടിൽ പോയെങ്കിലും ഇപ്പോഴും ബിഗ് ബോസിനെ കുറിച്ചുള്ള ചർച്ചകൾ നല്ല ഗംഭീരമായിട്ട് പുരോഗമിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കപ്പെടുന്ന പേരുകൾ എന്ന് പറയുന്നത് അനീഷിന്റെയും അനുമോളുടെയും തന്നെയാണ്. അതിൽ കുറെ അധികം പേർ അനീഷിനെ നെഗറ്റീവ് ആക്കുന്ന കുറെ കമന്റുകൾ പറയുന്നുണ്ട്. അതിന്റെ റീസൺ ബിഗ് ബോസ് ഹൗസേ അല്ല, ബിഗ് ബോസ് ഹൗസിലെ ആ ഒരു മത്സരത്തിനൊക്കെ ശേഷം അനീഷ് അഞ്ജന നമ്പ്യാർക്ക് കൊടുത്ത ഇന്റർവ്യൂ ആണ്. അതിൽ പറഞ്ഞ ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം. പക്ഷേ ഈ പറയുന്ന ഒരു കാര്യവും ബിഗ് ബോസ് ഹൗസിൽ കണ്ടില്ലല്ലോ എന്ന് എടുത്ത് അഞ്ജന നമ്പ്യാർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ വന്ന ഒരു കോണ്ടന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. നിങ്ങൾക്ക് അത് കേട്ടിട്ട് എന്താണ് അഭിപ്രായം എന്നൊന്ന് പറയുക. കാരണം എനിക്കിത് വായിച്ചപ്പോൾ വളരെ അധികം എനിക്കിത് ട്രൂ ആണെന്ന്, അത് കറക്റ്റായിട്ട് എനിക്കത് ഓക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് തോന്നിപ്പോയ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്ത്രീകൾക്ക് 6 മാസത്തെ മെറ്റേണിറ്റി ലീവ് നൽകുന്നത് എന്തിനാണ്? അതൊരു പ്രിവിലേജ് ആണ് എന്നാണ് അനീഷ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കഷനിലേക്ക് അനീഷ് തന്നെ കൊണ്ടുപോയില്ല. അത് നൈസായിട്ട് അങ്ങ് ഒതുക്കിയതുപോലെ എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. അപ്പോൾ ഡെലിവറിക്ക് വേണമെങ്കിൽ സ്ത്രീകൾ പോയി വരട്ടെ, 6 മാസത്തെ ലീവൊക്കെ പ്രിവിലേജ് ആണ്. പക്ഷേ നോൺ ബിഗ് ബോസിൽ പങ്കെടുക്കാൻ വേണ്ടി 5 വർഷം ലീവ് എടുക്കും, അതൊരു പ്രിവിലേജ് അല്ല കേട്ടോ. ഈ 5 വർഷം ലീവ് എടുത്താണ് ബിഗ് ബോസിലേക്ക് വന്നത് എന്ന് പലതവണ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണെന്ന് അനീഷ് പറഞ്ഞ് തിരുത്തുകയും ചെയ്തു. കാരണം എന്ന് വെച്ചാൽ 5 വർഷം ലീവ് എടുത്തതിൽ ഇപ്പം 2 വർഷമോ അങ്ങോട്ട് ആകുന്നേ ഉള്ളൂ, 2 വർഷമേ ആയിട്ടുള്ളൂ. 5 വർഷത്തേക്ക് ലീവ് എടുത്തതാണ്. എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം അനീഷ് പറഞ്ഞത് ലീവ് എടുത്തത് പുറത്ത് വിദേശത്ത് ഒരു ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എന്നും ഒരു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റായി ഇരിക്കുകയായിരുന്നു എന്നും ഒക്കെ അനീഷ് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അനീഷ് ലീവ് എടുത്തായിരുന്നോ? അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. കാരണം പലയിടത്തും പല മറുപടികളാണ് അനീഷ് അതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ താനൊരു സ്ത്രീ വിരുദ്ധനായിരുന്നു എന്നും ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോം തന്നിലെ സ്ത്രീ വിരുദ്ധതയ്ക്ക് അയവ് വരുത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞു വെക്കുമ്പോൾ തന്നെ ഹനീഷ് ഏട്ടൻ പുറന്തള്ളുന്ന സ്ത്രീ വിരുദ്ധത അത് വളരെയധികം വലുതാണ്. അതായത് ഒരു സ്ത്രീ വിരുദ്ധൻ എന്ന് പറയുന്നത് ഒരു അലങ്കാരമായിട്ട് അനീഷ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിലേക്ക് ആദ്യമായിട്ട് അനീഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്ത്രീ വിരുദ്ധൻ എന്ന പേര് ചേർത്ത് വിളിച്ചത്. പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് സ്ത്രീ വിരുദ്ധമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ കരുതരുത്.